ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഫ്റ്റ് ചപ്പാത്തിയും അതിലേക്ക് സിമ്പിളായിട്ടുള്ളൊരു പൊട്ടറ്റോ കറി ഉണ്ടാക്കുന്നതാണ് ഇന്ന് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. ആദ്യം ചപ്പാത്തിക്കുള്ള മാവ് തയ്യാറാക്കുക. അതിന് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഗ്ലാസ് ഗോതമ്പപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആശീർവാദിൻ്റെ പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇളം ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഞാൻ ഈ പൊടി കുഴച്ചെടുക്കുന്നത്. അതിന് ഇതുപോലത്തെ ഒരു കപ്പിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ട് 1/2 ടീസ്പൂൺ ഉപ്പയിലിട്ടിട്ട് നല്ലോണം അലിയിച്ചതിന് ശേഷമാണ് ഈ പൊടിയിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ആശീർവാദം തന്നെ വേണമെന്നൊന്നുമില്ല. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പൊടിയോ ലൂസായിട്ട് വാങ്ങിക്കുന്ന പൊടിയോ ഏത് പൊടിയായാലും മതിട്ടോ. ഇതുപോലെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ലോണം പൊള്ളിച്ച് വരും. ഇനി ഇതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അത് രാവിലത്തെ തിരക്ക് കാരണം അതൊന്നും ഞാൻ വീഡിയോയിൽ പിടിച്ചില്ല കേട്ടോ. ഇതുപോലെ കുഴച്ചിട്ട് ഉരുളിയാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം വേണമെങ്കിൽ പിന്നെ ഒന്ന് തളിച്ചു കൊടുക്കുക. ഇനി ഈ മാവിനെ ചപ്പാത്തി കല്ലിലിട്ടിട്ട് നല്ലോണം ഒന്ന് പദം വരുത്തിയിരിക്കണം. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഒന്ന് കുഴച്ച് പാകാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇപ്പം ചപ്പാത്തി മാവൊക്കെ നല്ല സോഫ്റ്റാക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ മാവ് ഒരു 5-8 മിനിറ്റ് ഇങ്ങനെ വെക്കുമ്പോൾ ഒന്നും കൂടി മയം വരും കേട്ടോ. അതൊന്നും അവിടെ നിൽക്കട്ടെ. അപ്പോഴേക്കും കറീൻ്റെ പണി നോക്കുക. ഈ പൊട്ടറ്റോ കറി ഉണ്ടാക്കാൻ 4 കിഴങ്ങ്, 2 സവാള, ഒരു വലിയ പഴുത്ത തക്കാളി, 1 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളിയും കിഴങ്ങും തക്കാളിയൊക്കെ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ കുക്കറിലാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കുന്നത്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില അതിലിട്ട് കൊടുക്കുക. ഇനി ഈ കഷ്ണങ്ങളൊക്കെ അതിലിട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. 1/2 ടീസ്പൂണ് ഉപ്പ്, ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടി, 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. കഷ്ണം വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടിയിട്ടിട്ട് ഒരു 3 വിസിൽ കയറ്റിയിരിക്കാണ് കേട്ടോ വേണ്ടത്. കുക്കർ അവിടുന്ന് വിസിൽ വറ്റായപ്പോഴേക്കും ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചുട്ടെടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെയാണ് വീഡിയോ പിടിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഇതാ നല്ലോണം കുമിളിച്ച് വരുന്നുണ്ടല്ലേ. ചപ്പാത്തി ഉരുള ഉരുട്ടണതും പരത്തുന്നതൊന്നും ഞാൻ വീഡിയോയിൽ പിടിച്ചില്ല കേട്ടോ. രാവിലെ തിരക്കല്ലേ, അതുകൊണ്ട്. റേഷൻ കടയിലെ ഗോതമ്പ് പൊടി കൊണ്ട് ഇതുപോലെ ചപ്പാത്തി ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടുണ്ടാക്കിയാലും എനിക്ക് ഇതുപോലെ പുള്ളി കിട്ടലുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റും ആയിരിക്കും. ഇപ്പം ചപ്പാത്തി മുഴുവനും ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും കുക്കർ വിസിലൊക്കെ വന്നിട്ട് ആവിയൊക്കെ പോയി നിൽക്കണ്ടായിരുന്നു. ഇനി തുറന്ന് നോക്കുക. ഇപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വെന്ത് മിക്സായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് പാകം നോക്കുക. വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ സോഫ്റ്റ് ചപ്പാത്തിയിലേക്ക് സിമ്പിൾ പൊട്ടറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറുപയറും കടലയൊക്കെ കറി ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അത്. ചപ്പാത്തിക്ക് നല്ല കോമ്പിനേഷനുമാണ്. ഇവിടെ ഇതാണ് എല്ലാവർക്കും ചപ്പാത്തിക്ക് കൂട്ടാൻ നല്ല ഇഷ്ടം. അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നന്നാവാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. ഇതുപോലെ ഒരു പൊട്ടറ്റോ കറി ഉണ്ടാക്കി നോക്കുകൊണ്ടു. പിന്നെ ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ തോന്നുള്ളൂ. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.